നമ്മൾ അണ്ണാറക്കണ്ണനും പിന്നെ തത്തമ്മകൾക്കായിട്ട് വിട്ടുകൊടുത്ത ഒരു ചോളത്തടമാണിത് കേട്ടാ. ഈ വശം അവർ പിടച്ചു. ഓടിക്കറ ഹായ് മോന്തപ്പടി കോറും സരിത പുഴുങ്ങി. ഞാനിവിടെ കുറച്ച് പണിയിലുണ്ട്. ദൈവം ഓരോ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളെ സഫാരി ചാനലുകാർ വിളിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് മരുമോനെ എന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ പറഞ്ഞ അത് വേണ്ട. കണ്ട കണ്ണിമാങ്ങലുണ്ട് നിറച്ച്. നമുക്കത് പോയേക്കാം. അപ്പൊ കടുപ്പുള്ള ചായ കടയാ? അല്ല, കടുപ്പുള്ള ചായ കടയല്ല, കടുപ്പുള്ള. ആ കറുത്ത ഡ്രസ് ഇട്ടുള്ള ആൾക്ക് ഇത് വരെയായിട്ട് തുടങ്ങിട്ട് റഫ്രിക്ക് ജഗ്ഗുവിന്റെ കൂടെ ഡാൻസ് കളിച്ച് ഫേമസ് ആയ മിങ്കി. കണ്ണും നമ്മളെ അണ്ണാറക്കണ്ണനും പിന്നെ തത്തമ്മകൾക്കായിട്ട് വിട്ടുകൊടുത്ത ഒരു ചോളത്തടമാണിത് കേട്ടാ. വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ പ്രത്യേകമായ അഭ്യർത്ഥന മാനിച്ച് കുറച്ച് പേരെങ്കിലും നിങ്ങൾ തിന്നുകൂടെ എന്ന് പറഞ്ഞു. പണിയെടുത്തുണ്ടാക്കുന്നതല്ലേ, എല്ലാതും അവർക്ക് കൊടുക്കാണ്ട് കുറച്ച് ബാക്കി വെച്ചുകൂടെ എന്ന് പറഞ്ഞു. തിന്നൂന്ന് പറഞ്ഞപ്പോൾ അതാണ്. അപ്പം ഇങ്ങനെ വിട്ടുകൊടുത്താണ് ഇതൊക്കെ. അപ്പം അതിൽ ചിലത് നമ്മൾ നോക്കിയേ ഇതിനെ ഉറക്കെട്ടിട്ടു ജഗു. ഇത് ഉറക്കെട്ടിട്ടാലും പകുതി തിന്ന് കഴിഞ്ഞിട്ടാണ് ഉറക്കെട്ടിട്ടത്. പകുതി ഇത് കണ്ട പകുതി അവർ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഉറ ഞാൻ കെട്ടിയിട്ടുള്ളത്. കണ്ട ഇങ്ങനെയാണ് ഈ ചോളത്തിൻ്റെ. ഈ വശം അവർ പിടച്ചു. കുഴപ്പമില്ല, അതിൽ നമുക്ക് വിഷമൊന്നുമില്ല. അത് വെട്ടിക്കോ. ഇതേ ജഗ്ഗുണ് ഒരു വിളവെടുപ്പ്. ഓടിച്ചെടുത്തോ. ഓടിക്കറ ഹായ് മോന്തപ്പടി കോറും. ഇതിൻ്റെ കുറച്ച് അവരെടുത്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടിയത് നമ്മൾ കേട്ടാ. അല്ല ഡീലെങ്കിലൊന്നുമില്ല. ഇല്ല, ഒറേറെ ഉള്ളിയോടെ പോയിട്ട് അവിടെ ഇല്ല. കണ്ട റോഡിൻ്റെ മറ്റേ ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ ഞാൻ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഭംഗിണ്ടാവും. ഒരു മിനിറ്റ് ഞാനേ നീ ഇപ്പുറത്ത് വന്നറിയ ഇപ്പുറത്ത് വന്ന് നിൽക്ക് സരിത. ഇതേ ഇങ്ങനെ നിനക്ക് വരാൻ പറ്റുമോ? വെട്ടാൻ പറ്റുമോ? അല്ലേ വീശി വെട്ടരുത്. അത് ഒതുക്കിടേ. വേണ്ട ഞാൻ വെട്ടാ. അതേ നിനക്ക് തരാം. ഇത് നോക്കിയാ വെറുതെ ടീഷ് കണ്ട ഒരു അനക്ക വേണ്ടോ? വെറുതെ ഈ ചോളല്ലേ ഈ തണ്ട് അതിൽ ചോളണ്ടാ? സരിതയ്ക്ക് പൊളിക്കാൻ വരണം. അത് നിലത്ത് വെച്ചിട്ട് പൊളിച്ച നീ. ഇത് വെട്ടി മറ്റേ കോഴികൾക്ക് കോഴി തീറ്റിയിട്ട് കൊടുക്കും. ഇതൊരു ചള്ളാന്ന് കൊണ്ടിട്ടാ. കണ്ട അല്ല അതെ ഇത് അങ്ങനത്തെ കൂടുതൽ ടേസ്റ്റ് ആയിട്ടില്ലേ? അല്ല ഇത് ഒരെണ്ണം ഇല്ലാണ്ട ഇതാണ് കാര്യമില്ല. ഉറകളൊക്കെ ഒരുമിച്ച് എടുക്കാട്ടാ. ഉറകൾ ഇനി ആവശ്യം വരും നമുക്ക്. എൻ്റെ അമ്മേ നമ്മളെ കയ്യെ മറ്റേ എനിക്ക് പണ്ട് മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച കരിമ്പിൻ പൂവിനക്കരയില്ലേ, ആ സിനിമയെ ഓർമ്മ വരുന്നത്. കരിമ്പ് കിട്ടുന്നത് ഏയ് നമ്മുടെ അത് മറന്നുപോയി. നമ്മുടെ മോഹൻലാലിൻ്റെ ചേട്ടന് ഭരതഗോപിനെ കൊന്നിട്ടുള്ള ഒരു സിനിമയാണിത്. അതിന് മോഹൻലാൽ പ്രതികാരം ചെയ്യുന്ന സിനിമയാണ് കരിമ്പിൻ പൂവിനക്കര. ഞാൻ 1987 അല്ല ഈ കരിമ്പ് അതിൽ കരിമ്പ് വെട്ടുന്നതാണ്, ഇതിൽ ചോളം വെട്ടുന്നതാണ്. ഇത് നോക്കിയേ, അത് നല്ല പയ്യണ്ടല്ലോ സരിത. ഇതിൻ്റെ സൈഡ് അത് നല്ലതാ, ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് നോക്കിയാൽ കണ്ട. ഇത് അവർ തിന്നതാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്, പകുതി തിന്നതാണ് കെട്ടിയിട്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇത് ഇപ്പം തിന്നതല്ല, അതുകൊണ്ട് വിഷമൊന്നും ഉണ്ടാവില്ലേ. എന്താ അല്ല വവ്വാല അണ്ണാറക്കണ്ണൻ അല്ല അവർ അത് ഉഗ്രനാണല്ലോ. എന്താ എത്ര എണ്ണം കിട്ടി? 4 എണ്ണം കിട്ടി.
അതില് ഒരെണ്ണം മാത്രം നല്ലോളൂ, ബാക്കിയൊക്കെ ഡാമേജ്. അയ്യോ ഇതിപ്പോ കാലം കയറിയേ ആ കുറ്റി ജഗ്ഗു കടർക്കല്ല വെട്ടി വിടുന്നല്ലേ, അതിൽ കടമ കാല് കുത്തി. അല്ല ഇങ്ങനെ താത്തി താത്തി വെട്ടിയില്ലേ ഇതുമ്പോൾ നമ്മൾ കുറ്റിയില്ല നിൽക്കുന്നത്. ഭയങ്കര മോനെയാണ് ഇന്നെ. ഇങ്ങനെയാ ആ ചള്ളല്ലേ. എന്നാ ഇത് അടിപൊളിയായിട്ട് തരുക. എന്നാ ഇത് നിനക്ക് ഇത് കുഴപ്പമില്ലാണ്ട് കിട്ടും. അത് കാര്യമില്ല. ഇത് പകുതി പോയിതാ എന്നിട്ട് കെട്ടിയേക്കണേ. ഇതേ ജഗ്ഗുവിൻ്റെ അടുത്ത് നല്ലതാന്ന് തോന്നുന്നു. അല്ല ഏട്ടൻ ചോളം കൃഷി ഇല്ല, കാരണം വിറ്റുകൾ മുഴുവൻ വന്ന് തിന്നണാരം നിർത്തി വെക്കില്ല. ചെറുേട്ടൻ വെച്ചിട്ടുണ്ട് അല്ലേ? നിർത്തിന്ന് പറഞ്ഞു ചോളം വെക്കില്ല. പയർ തന്നെ നടാനായിട്ട് ഇപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയാല്ലേ ചേട്ടൻ. തത്തമ്മകൾ തിന്നിട്ട് ഒന്നും കിട്ടണില്ല. പകുതി പോയി. അത് ഏറ്റവും എനിക്ക് അബദ്ധം പറ്റിയതേ, നമ്മൾ ഇവർ തിന്നണതിന് മുമ്പ് തന്നെ കെട്ടേണ്ടതായിരുന്നു. വലിയൊരു കാര്യം കണ്ടുപിടിച്ച് തന്നേക്കാം. ഈ കേടാ ഇത് വേണ്ടാന്ന് വെച്ചാലോ കളഞ്ഞാലോ? നല്ലത് മാത്രം എടുത്താൽ മതിയാ? അത് അതൊക്കെ കളഞ്ഞോ നീ വൃത്തിയിലാക്കിയിട്ട് സരിതത് പുഴുങ്ങി. ഞാനിവിടെ കുറച്ച് പണികളുണ്ട്. ഓ ആ ഉള്ളിരത് പൂലെറി എത്ര സാധനങ്ങൾ കിട്ടി കൊണ്ടു നടന്നു പുഴുങ്ങാനായിട്ട്. ഇവിടെ തന്നെയല്ലേ പുഴുങ്ങണ്? അവിടേക്ക് എന്നിട്ട് അങ്ങോട്ട് പോക്കോ, നടക്ക്. അങ്ങനെ വിളവെടുപ്പുമായി സരി നടക്കും. നേരെ പോക്കോ. അതെ, നമ്മുടെ ചാലക്കുടിയിലുള്ള അജീഷ് ഉണ്ട്. നമ്മുടെ തുടക്കം തൊട്ടുള്ള വീഡിയോ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടാണ്. അജീഷ് നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ ഓർമ്മയില്ലേ? അതുമെന്ന് കുറച്ച് എണ്ണം കിട്ടി കായ. ഒരെണ്ണം ഞാൻ നേരത്തെ തിന്നു. 2 ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. കണ്ട ഈ 2. ഇത് ഒരെണ്ണം ജഗ്ഗു തിന്ന, ഒരെണ്ണത്തിന് പകുതി ഞാനും പകുതി സരിതും തിന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട, എല്ലാതും മധുരല്ലേ ഞാൻ കൊടുക്കും. അല്ല ഞാൻ ഒരു തമാശ പറയാൻ. തമാശ പറയുന്നത് തിന്നിട്ട് വേണം. തമാശയില്ല, നീ തിന്നെ. അത് വായല് പിന്നെ ഒരു ഒക്കെ മധുരമായിരിക്കും, ഒരു ജാതി ആയിരിക്കും. പിന്നെ അതറിയാൻ വേണ്ടി ശരിയാണ് ഞാൻ തിന്നു കഴിക്കും. അതില്ല 3-4 അത് പഴുത്ത് നിൽക്കണ്ടായിരുന്നു. കഴിഞ്ഞു. ഇങ്ങോട്ട് വാ ചേട്ടാ, അത് 3-4 പഴുത്ത് നിൽക്കണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് ഒക്കെ ചേട്ടൻ പൊടിച്ച് തിന്നൂല്ലേ? ചിരി നോക്ക് കൊരങ്ങൻ. അത് ഞാൻ തന്നെ തിന്നു. അതേ ഇത് വേണ്ട, പഴുത്ത തക്കാളികളുണ്ടായിട്ട് കുരുണ്ട്. നല്ല തക്കാളികൾ നമ്മുടെ മീനായിട്ടുണ്ട്. ആദ്യം അത് ഈ സാധനം തിന്നണേലും മുന്നേ പൊട്ടിച്ച് തിന്നണം. എന്നിട്ട് ഈ മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് അത് വേറെ ഒരെണ്ണം തിന്ന് നോക്കണം. അപ്പോഴല്ലേ അറിയാൻ വ്യത്യാസം. അല്ലാന്ന് ഞാനിപ്പോൾ അടുത്ത തക്കാളിയിൽ തിന്നാൻ പോണത്. ആ പച്ച തക്കാളി പോരട്ടെ എന്ന് പറഞ്ഞിട്ട് പച്ച തക്കാളി ഇതേവരെ പൊട്ടിക്കുന്നു കേട്ടാ. തേനി പച്ച തക്കാളി പൊട്ടിക്കുന്നു. നീ ഇത് കഴുകട്ടാ. അല്ല നീ നോക്കണം, അപ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. മനസ്സിലായ അത് തിന്നണോ ജഗ്ഗു ഇതെന്നോളട്ടാ. നോക്കിയാ പച്ച തക്കാളി തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, നിനക്കറിയാലോ. അത് വീട്ടിലത്തെ തക്കാളിയാണെങ്കിൽ പ്രത്യേകിച്ചും. ഞാൻ നോക്കി നോക്കാം. എന്നിട്ടാ നല്ല മധുര. തിന്നെ തക്കാളി പഞ്ചസാര ലൈനിലിട്ട് വെച്ച പോലെ ഇതേ പോണ ഇതിന്റെ വെള്ളമൊക്കെ. ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് നോക്കിട്ട് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് പറയാം. ഞാനും തിന്നോക്കട്ടെ ഒരു തുണ്ടതാന്ന്. നീ മറ്റേ മിറാക്കിൾ ഫ്രൂട്ട് യഥാർത്ഥത്തിൽ ചിലപ്പോ ഇത് മധുരാണെങ്കിലോ തേങ്ങിന് പച്ച തക്കാളി മധുരം. ആ മനസ്സിലായില്ലേ? പുളിയാ. ആ ഞങ്ങൾക്കിത് കൂളായിട്ട് തിന്നാം. കൂളായിട്ട് തിന്നാൻ പറ്റില്ലേ? അതാണ് പുളിയാ. ബാക്കിയുള്ളത് മനസ്സിലായില്ലേ? ഞങ്ങളുടെ 3 പേരെ തനതായ ടേസ്റ്റ് അല്ലേ ഇതാ നല്ലത് അല്ലേ? തക്കാളി ഇല്ലേ? അതെനിക്കറിയില്ല. ഓരോന്നിനും ദൈവം ഓരോ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവുമല്ലോ. ഒക്കെ മധുരാക്കായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്തായാലും കാരണം ഉണ്ടാവും.
നീ അത് പുഴുങ്ങാൻ വയ്ക്കി. ആ സരിത പുഴുങ്ങട്ടെ, ഞാനിവിടെ കുറച്ച് പണികളുണ്ട്. ഇത് രണ്ടും വേണ്ട അല്ലേ? ഇത് വേണ്ട. ഇതോ? അത് കുഴപ്പമില്ല. അയ്യോ, ജഗ്ഗുവിന് അവിടെ പണി കിട്ടിയെന്ന് ജഗ്ഗു അല്ല ചേട്ടൻ വന്നു പണി കഴിഞ്ഞിട്ട്. കുറേ നാളായല്ലേ അല്ല ചേട്ടൻ ചെറിയേട്ടനൊക്കെ ഇവിടെ വീഡിയോയിൽ കണ്ടിട്ട്. അല്ല ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടാ. ഇപ്പം എന്നെ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. കുക്കറിലൊരു വിസിലടിപ്പിക്കാം. കുക്കറിൽ വിസിലടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും വേവും. തോട്ടത്തിൽ നിന്ന് പറിച്ച് അവിടെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു അല്ലേ? ആ, അതാണ് അതിൻ്റെ പ്രത്യേകത. ചേട്ടാ തീ കത്തിച്ച് വെച്ചിട്ടില്ലേ? ആ, അതെവിടെ നിന്ന് ഒരു ചൂട് കാറ്റ് വരണേ വിചാരിച്ചു. അടുപ്പിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഏ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. മതി വെള്ളം. ഉപ്പിടുന്നു. ആവിയുമ്മലല്ലാട്ട വേവിക്കുന്നത്. നമ്മൾ ഊട്ടി അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോഴല്ലേ ഇതിങ്ങനെ കനലുമ്മ വെച്ചിട്ട് ഉപ്പുപൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആളുകൾ തരാ ഗ്രില്ല് ചെയ്തിട്ട് തരാം. മൂന്നാറിൽ നമ്മൾ കിട്ടും. മൂന്നാറിലേ ഇന്നേ വൈകുന്നേരം നമ്മുടെ ട്രാവലിസ്റ്റ് സാൻഡപ്പല്ലേ, യാത്ര വ്ളോഗ് ചെയ്യുന്ന സാൻഡപ്പൻ, അവൻ്റെ ചാനലിൽ അവനൊരു പുതിയൊരു പരിപാടി തുടങ്ങുന്നുണ്ട്. ആ യാത്രയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഞ്ചാരം ചാനലുണ്ടല്ലേ, ആ യാത്ര സഫാരി, ആ യാത്രയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പറയാമെന്നുള്ള. അപ്പോൾ ഞങ്ങളെ സഫാരി ചാനലുകാർ വിളിച്ചൊന്നുമില്ല, കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ പകരം അവൻ സഞ്ചാരം അല്ല ഈ സാൻഡപ്പൻ്റെ ചാനലിൽ ചെയ്യുന്ന ഫസ്റ്റ് എപ്പിസോഡ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഞങ്ങളെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവർ അത് ഷൂട്ട് ചെയ്യാൻ വരും. ആദ്യമായിട്ട് അതിന് വലിയ യാത്രകൾ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. കുറേ യാത്രകൾ ചെയ്യുന്നവർക്കാണ് ശരിക്കും കൂടുതൽ ഇതുണ്ടാവുക. അതെ, എന്തെങ്കിലും നമ്മളിപ്പോൾ എങ്ങടെയും പോയി അവിടെയൊക്കെ കണ്ടു തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തെങ്കിലും പ്രത്യേകതയുള്ള യാത്രയാവണം. ഏതാ പറയാൻ പോണേ? ഏത്? ഗോവ ടൂർ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഏതാ പറയണ്ടെന്ന് പറഞ്ഞോ. അപ്പം ഞാനിരിക്കില്ല, ചേട്ടൻ മാത്രം അങ്ങനെ ശരിയല്ല. ഗോവൻ ട്രിപ്പിൽ ഞാൻ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അടുത്തിരിക്കേണ്ട ആവശ്യം? നിനക്ക് കമന്റുകൾ പറയാലോ അതിൻ്റെ ഇടയിലേ, എന്തിന് കമന്റ്സ് ചെയ്യാലോ. ചേട്ടൻ മാത്രം നടത്തിയിട്ടുള്ള യാത്രാനുഭവമാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ മാത്രം അതിലിരുന്നാൽ മതി. അപ്പം നമുക്ക് പോണ്ടിച്ചേരി യാത്ര പറയാം, അല്ലെങ്കിൽ തിരുവനന്തപുരം യാത്ര പറയാം, കനകക്കുന്ന് കൊട്ടാരം, മരുമോനെ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ അച്ഛൻ പറഞ്ഞ അത് വേണ്ട. അത് വേണ്ട. എന്നാ എന്തായാലും ഞങ്ങൾ പറയാൻ തീരുമാനിച്ചു. അവർ വരും വൈകുന്നേരം എടുക്കാൻ. പോണ്ടിച്ചേരി ട്രിപ്പ് പറയുമ്പോൾ ജഗ്ഗുന്നിട്ട് അവിടെ ചെയ്യണേ വല്യച്ഛൻ്റെ. അതെ, നിനക്കൊരു പണി തരാം സരിത. വാളാണുള്ള കയ്യില്. അതെ, നിനക്കൊരു പണി തരാം. ഞാൻ കാലത്ത് കളയ്ക്കുമ്പോൾ അല്ലല്ല, ഇതിപ്പോൾ ഇവിടെ ഞാൻ പയർ നട്ടതാണ്. പയർ നട്ട സ്ഥലത്ത് പയർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൊത്തി കളച്ചിട്ട് നോക്കിയേ, തനി പാറ പോലെയാ. നോക്കിയേ, ഇതൊന്നും താഴ്ന്നില്ലേ, കണ്ടാ? ഞാൻ കൊത്തി കളിച്ച് താഴുണ്ടല്ലേ ചെറുതായിട്ട്. ഇവിടെ നമ്മൾ വഴുതനി അങ്ങനത്തെ എന്തെങ്കിലും തൈ വാങ്ങിച്ചിട്ട് നടാനുള്ള പരിപാടിയാണ്. ഇവിടെ വൃത്തിയാക്കും ഇപ്പോൾ ഭംഗിയോ. കാലത്ത് ഞാൻ കളയ്ക്കണം. എൻ്റെ ഇടയിൽ ഇവിടെ കാണിച്ചു തരാം. ഒരു പാത്രം എടുത്തോ, കപ്പ എന്തെങ്കിലും എടുത്തോ. കപ്പുണ്ട് ഇവിടെ. കണ്ട കണ്ണിമാങ്ങൾ നോക്കിയേ, നിലത്ത് കണ്ണിമാങ്ങൾ കണ്ട പറക്കി കൂട്ടി കണ്ട കണ്ണിമാങ്ങളുണ്ട് നിറച്ച്. ഇവിടെ ഈ മാവുമ്പോൾ കണ്ടമാനുണ്ട്, മൂവാണ്ടനാന്ന് മാത്രം. ഈ കണ്ണിമാങ്ങ മുഴുവൻ പറക്കി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുമാങ്ങ അച്ചാർ പോലെ. എന്നിട്ട് ഇവൾക്ക് ഈ കടുമാങ്ങ ടൈപ്പ് അച്ചാറില്ലേ ഭയങ്കര ഇഷ്ടമാണ് സരിതയ്ക്ക്. എന്നാ പിടിച്ചേ. അപ്പോൾ ഇത് ഇവിടുത്തെ മാങ്ങകളിൽ ചെറിയ മാങ്ങകൾ നല്ലത് ഇട്ടാ നല്ലതുകൾ പറക്കി എടുത്തത് കണ്ട. നല്ല മാങ്ങകൾ കണ്ട, ഇങ്ങനത്തെ നിറച്ച് കിട്ടും ഇവിടെ. അതൊക്കെ പറക്കി അല്ല അതാക്കിക്കോ. അതേ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട്. നമുക്കേ കടുമാങ്ങിയാക്കാം. കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ഉപ്പിലിട്ടിട്ട് ഉപ്പും അച്ഛണ്ടാക്കണ പോലെ ഉണ്ടാക്കാം. ഒക്കെ പറക്കിക്കോ. നല്ല പണിയാണ്. അല്ല നല്ല പണിയല്ല, നല്ലതാണ്. എന്നറിയ സാധ്യത അടിപൊളി. ഇവിടെയൊക്കെ ഉണ്ട്.
കടുമാങ്ങ അച്ചാറ് വിൽക്കണവരെ ഇത് വന്ന് പൊട്ടിക്കല്ലേ ചെയ്യാ? വീണെടുക്കുന്നത് പറക്കാം. ഹായ്, ചില സ്ഥലങ്ങളിലൊക്കെ ഈ അച്ചാറ് ഉണ്ടാക്കുന്നിടത്ത് മറ്റേ മാങ്ങിയില്ലേ, ഇങ്ങനെ സഞ്ചി കണക്കിന് പറക്കി നിലത്ത് വീണത് ഇങ്ങനെ പറക്കി ആളുകൾ കൊണ്ടു കൊടുക്കും. അല്ലാതെ കടുമാങ്ങര കൊല മാവുമെന്ന് മാത്രമായിട്ട് എങ്ങനെ ആളുകൾ വടൂക്കര ഒരു മനയില് കടുമാങ്ങ അച്ചാറ് കൊടുക്കണ മനയുണ്ട്. വാ ഭയങ്കര ടേസ്റ്റ് അവിടുത്തെ അതെ അച്ചാറ്, കടുമാങ്ങ അച്ചാറ്. നമുക്ക് പോയോക്കല്ലോ. ഞാത്തി പിടിക്കുന്ന ചോറ് പാത്രം അതും കൊണ്ടുപോയിട്ട് അതിൽ വാങ്ങിക്കാ ചെയ്യാ. നമുക്കൊന്ന് പോയോക്കിയാലോ? എവിടെയാ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട്. നമുക്കൊന്ന് പോയോക്കാം. വിസിലടിച്ചു, വിസിലടിച്ചറി. അടിക്കട്ടെ. എത്ര വിസിലാ? ഒരു വിസില് മതിയാവും, എന്തുണ്ടാവും. 2-3 വിസിലടിച്ചോട്ടെ. പിന്നെന്തിനാ എന്നോട് ചോദിക്കണത് എത്ര വിസിലാണ്? പിന്നെ ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഓപ്ഷൻ ഉണ്ട് നിനക്ക്, ഓപ്ഷൻ. എന്ത് ഓപ്ഷൻ? എന്തിട്ട് ഓപ്ഷൻ? ഉത്തരം പറയാനായിട്ട്. ഒന്നുകിൽ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കുക, അതല്ല ഓപ്ഷൻ. പാറ പോലെയാ സ്ഥലം. വെള്ളം ഇടുക ആദ്യം വെച്ചാ. ഇവിടേക്ക് വെള്ളം ഒന്ന് വിട്ട് തരുമോ സരിത? ഈ പറമ്പിലേക്ക് കടന്നിട്ടുള്ള ചൊരക്കൊക്കെ നമ്മുടെയെന്ന് പറയാല്ലേ അല്ലേ ചേട്ടനോട്? എന്നിട്ട് ഈ അതിർത്തി വിട്ട് ഇങ്ങോട്ട് കടന്നൊക്കെ നമ്മുടെയെന്ന് പറയാല്ലേ? ചൊരക്ക ദേ ഉണ്ടാവണം അടിപൊളിയായിട്ട്. ചൊരക്ക മാവുമ്പേക്ക് പറഞ്ഞ അതില്ലേ, അത് ഉണ്ടായി തുടങ്ങി നിറച്ച്. നിറച്ചെടുത്തിട്ട് കോഴി മുഴുവൻ പൊട്ടിച്ചോണ്ട് കുളം പറയും. ആർക്കും വേണ്ടെന്ന് പറയും. മോട്ടറിന് വിടും ഇങ്ങോട്ട്. തിരിച്ചുണ്ടാ? തിരിച്ചിട്ടില്ലേ? നീ തിരിച്ചിട്ട് ഇവിടെ കൊറേ ഒക്കെ പറക്കിക്കോ. ഒരു ഭരണിയിലിടാം നമുക്ക്. ഓഫ് ചെയ്യാലേ? അതിലേക്ക് മൂക്കുത്തി വീഴണ്ട. ഒരു അസോള കോരാൻ വരെ എന്താ സർക്കസ് കാണിക്കണ പോലെയാ ചെയ്യണത്. ഒരു തക്കാളി പഴുത്തത് ഞാൻ പോവാ. ഒരു തക്കാളി കൂടി പൊട്ടിച്ച് തിന്നാൻ പോവാ പഴുത്തത്. എന്തേലും ചെയ്. ഇത് കണ്ട നല്ല പോലെ പഴുത്തുണ്ട് കേട്ടാ, നല്ല പഴുത്തതല്ല. തിന്നാൻ പോവാ കഴുകിട്ട്. മോട്ടർ ഇവിടെ പോ. ഇങ്ങോട്ട് തിരിച്ചിട്ടില്ലല്ലോ? തിരിച്ചിട്ടില്ലല്ലോ? ഇവിടെ തിരിക്കണ്ട. നല്ല മധുരം. സരിതി ചെയ്തിരിക്കും വെള്ളം വിട്ടു. അപ്പം പിന്നെ എനിക്ക് ജഗ്ഗു അത് ജഗ്ഗു കൊത്തിയിട്ട് തോന്നുന്നു. അല്ലാണ്ട് കൈക്കോട്ടോണ്ടേ ഇവിടെ കളയ്ക്കാൻ പറ്റി പാറ പോലെയാ. ചോളം തിന്നണാ? ചോളം എന്നാ സരിത ചായ വയ്ക്കി. ബാക്കി കുറച്ച് കിട്ടി. തത്തകളൊരു ഇതൊക്കെ കൊണ്ടുപോയി. ബാക്കിയുള്ള നമ്മൾ ഉറകട്ടിണ്ടായിരുന്നു. അല്ലാണ്ട് അല്ല, ഇത് പയറ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നേ, അത് മാറ്റല്ല കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ കൊത്തി കളച്ചിട്ടേ. ചായ വേണമല്ലേ? അല്ല എന്തായാലും വെക്കണ്ട്, വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് വെക്കാം. അല്ല ഒക്കെ ഉണങ്ങണു. ഒക്കെ ഉണങ്ങല്ലേ? എല്ലാ മണി തക്കാളി ഉണങ്ങണു. ഇത് അല്ല ചേട്ടാ, നോക്കി ഇവിടെ ഗോൾഡൻ ബെറി ഉണ്ടാ നോക്കിയാ. ഞാൻ അത് മണി തക്കാളി വെച്ചിട്ട് സരിത ഞൊട്ട ഞൊടിയൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ചേട്ടൻ. ഗോൾഡൻ ബെറി. സരിത അത് കടുപ്പമുള്ള ചായ. ഓഹോ, ഈ ചായ കാണുമ്പോൾ നമുക്ക് എൻ്റെ ഓർമ്മകളിൽ നമ്മൾ പണ്ട് പശുവിനെയും കറന്ന് പാലും കൊണ്ട് പടവരാട് വശത്തേക്കും ഇവിടേക്കൊക്കെ ഞങ്ങൾ പുലർച്ചെ 5 മണിക്ക് പാലും കൊണ്ട് ഞങ്ങൾ പോകും. അല്ലാന്ന് അപ്പം കടുപ്പുള്ള ചായ കുടിക്കാനായിട്ട് കാരണന്മാരിങ്ങനെ വരി വരിയായിട്ട് ഒരു ലോക്കൽ ചായ കടകളുണ്ട് പണ്ടത്തെ. പൊന്നംകുടത്തിൻ്റെ ചായക്കട, പിന്നെ പൊന്നംകുടത്തിൻ്റെ, പിന്നെ ഈ പൊന്തേക്കര ചായക്കട. പൊന്നാംകുടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്, അവർ ചായക്കടയുണ്ട് പുറമ്പോക്കിൽ. അവിടെ അത് പടവരാട് എത്രയും മുമ്പ് അവിടെ ഒരു ചായക്കട. ആ ചായക്കടയിൽ പാല് കൊടുക്കും, 3-4 കുപ്പി പാല് കൊടുക്കും. ഈ ബീറും കുപ്പിയിലാണ് പാല് കൊണ്ടുപോകുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് പൊന്തേക്കൻ്റെ ചായക്കട. പ്രായമായിട്ടുള്ള ആളാണ് കേട്ടാ. പിന്നെ അവിടെ 5 കണ്ടുണ്ണിയാണ്ട് അവിടേക്ക് പോകും. അപ്പം കടുപ്പുള്ള ചായക്കടയാ, അല്ല കടുപ്പുള്ള ചായക്കടയല്ല, കടുപ്പുള്ള
ചായക്കാണ് ആളുകൾ ഇരിക്കുന്നത്. ഇത്രയ്ക്ക് വന്ന ക്ലാസ് കണ്ടിട്ടില്ലേ? അത് കടുപ്പത്തിൽ ചായ അടിച്ച് കുടിക്കണത് അത് എനിക്ക് ഓർമ്മ വരാം. നാട്ടിലത്തെ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിന്ന് അറിയാൻ പറ്റും. ചോളം ഒന്തേക്കൻ്റെ അമ്മാമീൻ്റെ ആളെ പറ്റിയിട്ട് മറ്റേ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. പന്ത് കളി കാണാതിരിക്കുന്നത്, ലോകകപ്പ് ഫുട്ബോൾ കാണാൻ ഒറ്റ കളി വിടാണ്ട് കാണുന്നുണ്ട്. ചരിത്രം സൃഷ്ടിച്ച ഒരു അമ്മാമ എത്ര 86 വയസ്സിലാണ് ആ പേപ്പറിലുണ്ടായിരുന്നത്. ലോകകപ്പിൻ്റെ 1990 എത്രണ്ട് എല്ലാ ഫുട്ബോൾ കളിയില്ലേ രാത്രിയിലെ കളി ഉണ്ടാവുക. എല്ലാവരും ഒപ്പം ഇരുന്ന് ടി വിയിൽ ഇരുന്ന് കളി കാണാതിരിക്കാള് ഒറ്റ കളി വിടില്ല. ഫുട്ബോൾ കളിയിലെ പറഞ്ഞു കേട്ടില്ലേ? സക്രിയേട്ടൻ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, സക്രിയേട്ടൻ്റെ അപ്പൻ. അതാർക്കും ടി വി ഇല്ല. അവിടെ ഒരു കാപ്പിപ്പൊടി അവിടെ ടി വി മറ്റേ മെട്രോ തോമസിന്റെ വീട്ടിലാണ് ടി വി ആ പാടില്ല. 1986 ലോകകപ്പ്. അപ്പൊ ലോകകപ്പ് കാണാൻ നിൽക്കുമ്പോ എല്ലാവരും ഒരു പന്തിന് കൂടി ഓടുന്നത്. ഇവർക്ക് കുറച്ച് ഫുട്ബോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആള് പറയല്ലേ, ആ കറുത്ത ഡ്രസ് ഇട്ടുള്ള ആൾക്ക് ഇതുവരെയായിട്ട് പന്ത് തൊടാൻ കിട്ടിയിട്ടാണ് റഫറിക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ പന്ത് കളിനെ കുറിച്ച് അറിവുള്ളത് സതീശനാണ് ഈ സ്കൂൾ മത്സരങ്ങൾക്കും അന്തർജില്ല ഇതിനൊക്കെ കളിക്കാൻ പോണത്. ബാക്കിയുള്ളവർക്കൊന്നും അത്രയ്ക്ക് വിവരമില്ല. ഈ വലിയൊരു ഗ്രൗണ്ടിൽ കളി കണ്ടിട്ടുള്ള പരിചയം മാത്രമല്ല. അപ്പോൾ പന്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ കളിയാണ് ഫസ്റ്റ്. ബ്രസീലും സ്കോട്ട്ലാൻഡ് ആരാണ്ട് ഉള്ള കളി, അയർലൻഡ് ആരായിട്ടുള്ള കളിന് ബ്രസീലുകാർ ഇങ്ങനെയായിട്ട് പന്ത് ഇങ്ങനെയായിട്ട് സൈഡിൽ ഓടി അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് അവർ ഗ്യാപ്പ് അവരെ അവിടെ ഗ്യാപ്പ് കിട്ടാൻ പോണത്. അതായത് ഇവിടുന്ന് എല്ലാവരും കടവരിച്ച് പന്ത് കൊണ്ടുപോയി ആ പോസ്റ്റിലെത്തി കഴിഞ്ഞിട്ടേ എതിർ ടീമിൻ്റെ പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ട് അവർ വീണ്ടും ഇങ്ങോട്ട് പന്ത് കൊണ്ടുവരുന്നത് ഇവരെ പോസ്റ്റിലേക്ക് തന്നെ, ബ്രസീലുകാരനെ. അപ്പോൾ സാധിച്ചും പറയും, ഇവറ്റങ്ങളെ എന്തൊട്ട് കളിക്കണത് നമ്മളോടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി കഴിഞ്ഞ് നീട്ടി അടിക്കലാണ് പണിയേ. അതെ പന്ത് കൊണ്ടുപോവുക, അവിടെ പോയി അടിക്കുക. അതാണ് ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പുകൾ നോക്കണേ, പഴുതുകൾ വീണ്ടും തിരിച്ച് അതിന് വേറെ വഴി നോക്കാണ്. മറ്റവർക്ക് പന്ത് കൊടുക്കാണ്ട് വേറെ വഴി നോക്കി വേറെ പഴുതിലൂടെ കൊണ്ടുപോവാണ്. അല്ല പന്ത് കളി ചരിത്രം. അപ്പം പല അങ്ങനെ ഒരു തവണ പോകുമ്പോഴാണ് 1980 ഇങ്ങനെ പാലും കൊണ്ട് പോയി ഞാൻ ഈ പാടത്തോടെ ഞാനും ഷാജനും കൂടി നടന്നു പോകുന്നത്. പേപ്പർ കാലത്ത് വായിക്കാൻ പറ്റും. അവിടെ ഒരു ചായക്കടയിൽ, അഞ്ചേരി ചായക്കടയിൽ വെച്ചിട്ടാണ് ജയൻ, സിനിമാടൻ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വിവരം ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ 1980. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. അല്ല ചേട്ടൻ ഒരു പാട്ട് പാടിയേ? അല്ല ചേട്ടൻ ഈ സൗണ്ട് വെച്ചിട്ട് ഒരു പാട്ട്. ഞാൻ മാത്രം ചായ ആരാധകരുടെ എണ്ണം കൂടട്ടെ, ഒരു പാട്ട് അങ്ങോട്ട് പാടി കൊടുക്ക് ഈ സൗണ്ട് വെച്ചിട്ട്. ഞാൻ മാത്രം ചായ കുടിക്കുക, ഇവരൊക്കെ ചോളം തന്നെ. എങ്ങനെയാണ് അവന്റെ കയ്യിൽ നിന്ന് നേരത്തെ നിലത്ത് പോയെന്ന് മനസ്സിലായില്ല ചേട്ടന്? മനസ്സിലായി. നല്ല രസമുണ്ട് കേട്ടോ. തോട്ടത്തിൽ നിന്ന് പറിച്ച് തോട്ടത്തിൽ ഇരുന്നിട്ട് തിന്നാ. ചായ കുടിച്ചോ? ചൂടാറും. തോട്ടം എന്ന് പറഞ്ഞപ്പോൾ അടുക്കള തോട്ടം കേട്ടാലുണ്ട്. മണിത്തക്കാളി ഉണങ്ങി പോണോണ്ട് നിങ്ങൾ വിഷമിക്കുന്ന കാര്യമില്ലേട്ടാ. അവിടെ ഇഷ്ടം പോലെ എല്ലാവരും വന്നിരുന്ന് പൊട്ടിച്ചു. ഇവിടെ പൊട്ടിക്കാനല്ല കണ്ടമാന ചേട്ടൻ വെച്ചാണ് അതിലത്തെ കുറേയൊക്കെ പോയാലും കുറേ ഉണ്ട്. താത്താടത്തിലത്തെ ഒന്നും പാടിയിട്ടില്ല. അത് നന്നായി വരുന്നുണ്ട്. എന്താണ് പാടണ എൻ്റെ രഹസ്യം മനസ്സിലാവണില്ല. ഞാൻ ഇട്ട് കൊടുക്കണേക്കാളും തീറ്റ കൂടുതൽ എൻ്റെ ചേട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീറ്റല്ല ഈ മറ്റേ ഫുഡ്. ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. ചാണപ്പൊടി ഇട്ടാണ് ചേട്ടൻ ഇട്ടേ, പച്ച ചാണല്ലേ. ഞാൻ പിന്നെ കളിക്കൊന്നും ഒഴിച്ചിട്ടില്ല. മിന്നു ചോളം വേണ തിന്നാവാ? സജീവിന് ചോളം വേണ? ജഗ്ഗുവിന്റെ കൂടെ ഡാൻസ് കളിച്ച് ഫേമസ് ആയ മിന്നു. ചൂടുണ്ടോ? അച്ഛനോരം കൊടുത്തോ കൊണ്ടുപോയി.